നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുൻപത്തെ യൂണിറ്റിലും സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ മറ്റു ചില കേന്ദ്രങ്ങളും അതിന്റെ പ്രാധാന്യവുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന സെന്റർ എന്ന് പറയുന്നത് കീഴടിയാണ്. കീഴടി ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ മധുര, ശിവഗംഗ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് കീഴടി. അപ്പൊ ഇതിന്റെ അതിർത്തിയിലുള്ള സുലൈമാൻ കുന്നുകൾ, സുലൈമാൻ ഗ്രാമം, ഈ സുലൈമാൻ ഗ്രാമത്തിന് തൊട്ട് താഴെയുള്ള കേന്ദ്രങ്ങളാണ് കീഴടി. ഇതിനെ കീലാടി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു ഉത്ഖനന പ്രദേശം കൂടിയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉത്ഖനനത്തിന് വേണ്ടിയിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് ഇവിടെ റേഡിയോ കാർബൺ ഉത്ഖനനം നടത്തി വരുന്ന ഒരു കേന്ദ്രമാണ്. ഇനി ഖജുരാവോ ആണ് മറ്റൊന്ന്. ഖജുരാവോ മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഖജുരാവോ. അപ്പൊ ഖജുരാവോ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. വിശിഷ്ടമായ ക്ഷേത്രവും അതിന്റെ ശില്പകലയും ശില്പചാരുതയൊക്കെ വളരെ ഏറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കേന്ദ്രമാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്രപ്രിയരായിട്ടുള്ള എല്ലാവർക്കും കലാസ്വാദകർക്കും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ കേന്ദ്രമാണ്. ശില്പകലയുടെ ഒരു അത്ഭുതം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ചന്ദേല രാജവംശത്തിന്റെ കാലത്ത് 9 മുതൽ 11 വരെയുള്ള നൂറ്റാണ്ട് കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട 85ഓളം ക്ഷേത്ര സമുച്ചയം ഈ ഭാഗത്തു നിന്ന് നമുക്ക് വീക്ഷിക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ 22 ക്ഷേത്രങ്ങൾ, 85ഓളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 22 ക്ഷേത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ പശ്ചിമ, അതുപോലെ പൂർവ്വ, ദക്ഷിണ എന്നീ 3 മേഖലകളിലായിട്ട്, വിഭാഗങ്ങളിലായിട്ട് തിരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രങ്ങളിലാവട്ടെ വളരെ എറോട്ടിക് ആയിട്ടുള്ള ശില്പകല ഈ ഒരു ക്ഷേത്രങ്ങളുടെ പ്രാധാന്യമാണ്. ഇനി വളരെയേറെ ആധ്യാത്മിക പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ് ഇവിടം. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഈ ഒരു കേന്ദ്രം. അപ്പോൾ ഇവിടെ നമുക്ക് ഈവനിങ്ങിലൊക്കെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, ഇതിന്റെ പ്രദേശത്തിന്റെ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും ഒക്കെ ഉദ്ഘോഷിക്കുന്ന രീതിയിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയൊക്കെ അരങ്ങേറുന്നുണ്ട്. അതുപോലെ തന്നെ ഖജുരാവോ ഹാൻഡ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ, ഡാൻസ് ഫെസ്റ്റിവൽ ഒക്കെ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഇനി പന്ന നാഷണൽ പാർക്ക് ഏകദേശം 45 കിലോമീറ്റർ മാത്രം ഇവിടെ നിന്ന് ദൂരെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് പന്ന നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇനി റാനെ വെള്ളച്ചാട്ടമാണ് മറ്റൊന്ന്. ക്രിസ്റ്റലൈൻ അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ക്യാനൺ ആണ് ഈ ഒരു അടിത്തറ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ അടിത്തറ ഗ്രാനൈറ്റ് ക്യാനൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഭ്രംശ താഴ്വരയാണ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭ്രംശ താഴ്വരയാണ്. അപ്പോൾ വളരെ ഗ്രാനൈറ്റ് കൊണ്ട് ഉള്ള ഒരു ഭ്രംശ താഴ്വര ആയതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളും നദികളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ഒക്കെ നമുക്ക് ഇവിടുന്ന് ദൃശ്യമാണ്. ഇനി ഹംപിയാണ് മറ്റൊന്ന്. കർണാടകയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള യുനെസ്കോ ലോക പൈതൃക പട്ടികയിലുള്ള കേന്ദ്രമാണ് ഹംപി. ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ ശില്പകലയ്ക്കും ഒക്കെ പേര് കേട്ടിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഹംപി. ഇനി നഗര സാമ്രാജ്യത്തിന്റെ, അതായത് 14ാം നൂറ്റാണ്ടിൽ നഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്രമാണ്. ചരിത്രാസ്വാദകർക്കും അതുപോലെ തന്നെ ഈ ശില്പകലയോട് ആഭിമുഖ്യമുള്ളവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കേന്ദ്രമാണ് ഹംപി. ഇവിടുത്തെ ശിലകളിൽ കൊത്തിയെടുത്തിട്ടുള്ള വിവിധ രൂപങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയാണ് ഈ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ആകർഷണം. ഇനി ലോട്ടസ് മഹലാണ് മറ്റൊന്ന്. ഇന്ത്യയിലെ ഇസ്ലാമിക ശൈലിയിൽ ഏകോപിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ലോട്ടസ് ടെമ്പിൾ. അവിടുത്തെ പ്രകൃതി ദൃശ്യം എന്ന് പറയുന്നത് മുഖ്യമായിട്ടും ഈ തുംഗഭദ്ര നദിയും അതിന്റെ തീരങ്ങളും വളരെ മനോഹരമായിട്ടുള്ള സൂര്യനും അസ്തമയ സൂര്യനും ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ നദിക്കരയില് 1000 ശിവലിംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പ്രാചീന ശില്പ ഉദ്യാനം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഭീംബേഡ്കയാണ് മറ്റൊന്ന്. പൂർണ്ണമായിട്ടും ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതായത് മധ്യപ്രദേശിലെ റൈസൈൻ ജില്ലയിലാണ് ഭീംബേഡ്ക. ഇത് നമുക്ക് പ്രാചീന ശിലായുഗത്തിലെ നവീന ശിലായുഗത്തിലെയും ഒക്കെ എവിഡൻസ് ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ്. ഇതൊരു പുരാതന പൈതൃക ഏതാണ്ട് 30,000 വർഷത്തോളം ഒക്കെ പഴക്കമുള്ള മനുഷ്യന്റെ അധിവാസ കേന്ദ്രങ്ങൾ, ആദിമ അധിവാസ കേന്ദ്രങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഇവിടെ. ഇനി മഹാബലിപുരമാണ് മറ്റൊന്ന്.
മഹാബലിപുരം തമിഴ്നാട്ടിലെ ഒരു ചെങ്കൽ ശില്പകലയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള കേന്ദ്രമാണ് മഹാബലിപുരം. ഇത് പല്ലവ കലയുടെ ഒരു മുക്തമായ രൂപങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആകുന്ന ഒരു സ്ഥലമാണ്. ഇനി ഷോർട്ട് സ്ട്രിപ്പ് കേന്ദ്രമാണ് മറ്റൊന്ന്. കടലിന്റെ തീരത്ത്, ഷോർ എന്ന് പറഞ്ഞത് ഈ തീരദേശത്ത് ഉള്ള ഒരു ക്ഷേത്രം. അപ്പോൾ കടലിന്റെ തീരത്തുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള നിർമ്മിതികളാണ് ഇവ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. 1984 ഇത് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തഞ്ചാവൂരാണ് മറ്റൊന്ന്. തഞ്ചാവൂരും തമിഴ്നാട്ടിലെ ശൈവ സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തഞ്ചാവൂർ. ഇത് ഇവിടുത്തെ ശില്പകല, തഞ്ചാവൂരിന്റെ ശില്പകല, സംഗീതം, അത് അവിടുത്തെ നിർമ്മിതികൾ, ഇതെല്ലാം തന്നെ വളരെ പ്രസിദ്ധമാണ്. ഇനി മറ്റൊന്നാണ് ബൃഹദീശ്വര ക്ഷേത്രമാണ്. 11ാം നൂറ്റാണ്ടിലെ ചോള രാജാവായിട്ടുള്ള രാജരാജ ചോളൻ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം. ഇതും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒന്ന്. ഇനി തഞ്ചാവൂർ പ്രമാണിയാണ് മറ്റൊന്ന്. തഞ്ചാവൂർ സരസ്വതി മഹാൾ ലൈബ്രറി, അതുപോലെ അതിന്റെ വിവിധ പഠന കേന്ദ്രങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അജന്റ കേവ്സ് ആണ് മറ്റൊന്ന്. അത് മഹാരാഷ്ട്രയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാചീന ബൗദ്ധ ക്ഷേത്രമാണ്. ഗുഹാക്ഷേത്രമായിരുന്നു അജന്റ. അജന്തയും എല്ലോറയും ഒക്കെയാണ് ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ഗുഹ ലോകപ്രസിദ്ധമായിട്ടുള്ള കേന്ദ്രമാണ് ഈ അജന്റ. ഇന്നും നമ്മുടെ ആധുനിക എഞ്ചിനീയറിംഗിന് പോലും എത്തിച്ചേരാൻ പറ്റാത്തിടത്തോളം വിസ്മയകരമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം കൂടിയാണ് അജന്റ കേവ്സ് എന്ന് പറയുന്നത്. ഇത് 2ാം നൂറ്റാണ്ട് മുതൽ BC 6ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ വജ്രായന ബുദ്ധന്മാർ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്ന ഒരു ഗുഹയാണ്. വലിയ പാറ തുരന്ന് എടുത്തിട്ടുള്ള ഒന്നാണ് ഈ ഒരു കേന്ദ്രം. ഇത്രയാണ് നമുക്ക് ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.